പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം സാക്ഷിയാവുന്നത് വലിയ ഒരു കായിക മത്സര പോരാട്ടത്തിനാണ്. ഈ ഒരു കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നത് എല്ലാവരും വ്യാപാരികൾ തന്നെയാണ്. പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ 55ാം വാർഷികം ഈ വരുന്ന മെയ് 13-ന് ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് വിപുലമായി ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് പ്രായമായവരും ചെറുപ്പക്കാരും എല്ലാവരും പ്രായവ്യത്യാസമില്ലാതെ വ്യത്യസ്തമായി എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു കായിക മത്സര പോരാട്ടത്തിനാണ് ഈ ഒരു മൈതാനം സാക്ഷിയാവുന്നത്. 100 മീറ്റർ ഓട്ട മത്സരം, വടംവലി, ഫുട്ബോൾ ടൂർണമെന്റ് ഉൾപ്പെടെ വിവിധങ്ങളായ മത്സരങ്ങളാണ് ഈ ഒരു വാർഷികത്തിന്റെ ഭാഗമായിക്കൊണ്ട് നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്നത്. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം സാക്ഷിയാവുന്നത് വലിയ ഒരു മത്സര കായിക പോരാട്ടത്തിനാണ്. ഈ ഒരു കായിക പോരാട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത് പെരിന്തൽമണ്ണയിലെ വ്യാപാരികളാണ്. പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ 55ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇത്തരം ഒരു കായിക മത്സരം പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്നത്. നമ്മളോടൊപ്പം പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ ചേരുകയാണ്. ഒരുപാട് കായിക പ്രതിഭകൾ ഈ ഒരു വ്യാപാരി കൂട്ടായ്മയിൽ ഉണ്ട് എന്ന് തെളിയിക്കും വിധത്തിലാണല്ലോ ഇത്തരം ഒരു മത്സരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്തരം ഒരു മത്സരം സംഘടിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്? പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ 55ാം വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് വ്യാപാരികളുടെ കായിക മത്സരങ്ങൾ നടത്തുന്നതിൻ്റെ കായിക മത്സരങ്ങളുടെ തുടക്കമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. വ്യാപാരികൾക്കും കളി അറിയാമെന്ന ക്യാപ്ഷനോട് കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ 100 മീറ്റർ, 200 മീറ്റർ, അതുപോലെ തന്നെ വടംവലി, ഫുട്ബോൾ മത്സരം തുടങ്ങിയ ഒട്ടനവധി ഐറ്റംസിൽ വ്യാപാരികൾ റോഡ് തിരിച്ച് 6 ഗ്രൂപ്പുകളായിട്ട് ഇവിടെ മത്സരങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ 100 മീറ്റർ മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വ്യാപാരികൾ ഇതിൽ പങ്കാളികളാവുന്നു. വ്യാപാരികൾക്കും കായിക രംഗങ്ങളിലെല്ലാം കഴിവുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു മത്സരങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശകരമായ 100 മീറ്റർ മത്സരത്തിൽ വെറ്ററൻസിലെ മത്സരത്തിലെ ഫൈനലിസ്റ്റുകളാണ് നമ്മളോടൊപ്പം ഉള്ളത്. അതിൽ വേഗതയുടെ രാജാവായിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട മുജീബ് റഹ്മാൻ നമ്മളോടൊപ്പം ഉണ്ട്. വ്യാപാരി പ്രതിനിധികൾ ഉൾപ്പെടെ ഒരുപാട് പേർ പങ്കെടുത്ത ഈ മത്സരത്തിൽ നിങ്ങൾ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നത്? ഇബ്രാഹിം കാറിൽ സ്റ്റോർ, ജലീൽ കാപ്പില ബേക്കറി ോടനുബന്ധിച്ച് നടക്കുന്ന നിങ്ങളെ ഈ കായിക നിഷാം ബാരിസ്റ്റ റെസ്റ്റോറന്റ് വളരെ വിപുലമായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൻസൂർ എലൈ ടൈലേഴ്സ്, പെരിന്തൽമണ്ണ മർച്ചന്റ് ബീന വാച്ച്, വളരെ ബീന ബാബു ഉഷാറായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഷിഹാബ് എകെസ് ബേക്കറി. ഫസ്റ്റ് ഹീറ്റ്സ് ആണ് 100 മീറ്റേഴ്സ് വെറ്ററൻസ്. അതിൽ 2 ഹീറ്റ്സ് ആണ് നടന്നത്. 16 പേര്, 16 വ്യാപാരികൾ വളരെ വാശിയോടെയാണ് മത്സരിച്ചത്. ആ 2 ഹീറ്റ്സിലും ഈ പൊരി വെയിലത്ത് നല്ല ടൈമിങ്ങിൽ 100 മീറ്റർ 2 ഹീറ്റ്സും ഫസ്റ്റ് റൗണ്ടും ഫൈനൽ റൗണ്ടും ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. പെരിന്തൽമണ്ണയിലെ വ്യാപാരികളെ സംബന്ധിച്ച് ഇത്തരം ഒരു കായികമേള ഒരു പുതിയ അനുഭവമല്ലേ? പുതിയ അനുഭവമാണ്. ഞങ്ങൾ 25ാം വാർഷികവും ഇതേമാതിരി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കായിക മത്സരത്തിനും വ്യായാമത്തിനും വ്യാപാരികൾക്കും അതിന് കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ ക്രൗഡ് ഇവിടെ കൂടിയിരിക്കുന്നത്. അമ്പത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾക്ക് മാനസികവുമായിട്ടുള്ള ഒരു ഉല്ലാസം നൽകുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടുത്തെ വ്യാപാരികളുടെ കലാപ്രകടനങ്ങളും അതോടൊപ്പം കായിക പ്രകടനങ്ങളും നടത്തപ്പെടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 25ാം വാർഷികം ആഘോഷിച്ച ആ ഒരു സന്ദർഭത്തിൽ അന്ന് ഒരുപാട് മത്സര ഇനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കാലഘട്ടം മാറി. അന്ന് ഉണ്ടായിരുന്നത് സ്ലോ സൈക്കിൾ കോമ്പറ്റീഷന്,
സ്ലോ കാർ കോമ്പറ്റീഷന്, സ്ലോ മോട്ടോർ സൈക്കിൾ കോമ്പറ്റീഷൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ കഴിഞ്ഞ് 25ാം വാർഷികം നടത്തിയ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നും മാറി ഇപ്പോൾ കാലഘട്ടം മാറി അതിനനുസരിച്ചിട്ടുള്ള മത്സര രംഗത്തുള്ള ഐറ്റംസുകൾക്കും മാറ്റം വന്നു. ഇവിടെ ഇപ്പോൾ നടത്തപ്പെട്ടത് 50 വയസ്സിന് മുകളിലുള്ള വ്യാപാരികളുടെ ഒരു മത്സരമാണ്. ഇപ്പം ഞാൻ, മൂസു, യൂസുഫ്, അതുപോലുള്ള ലത്തീഫ, കുഞ്ഞാണി, അതുപോലുള്ള 50 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാരുടെ ഒരു മത്സരം ഇവിടെ നടത്തപ്പെട്ടു. ഇനി യൂത്ത് വിങ്ങിൻ്റെ 40 വയസ്സിൻ്റെ താഴെയുള്ള വ്യാപാരികളുടെ ഒരു മത്സരമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. അതേപോലെ തന്നെ 200 മീറ്ററിലും 50 വയസ്സിന് മുകളിലുള്ളതും 50 വയസ്സിന് താഴെയുള്ള ആൾക്കാരുടെ മത്സരങ്ങൾ നടത്തും. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾക്കില്ല എന്നൊരു മുന്നറിയിപ്പോട് കൂടെ തന്നെ വലിയൊരു വാശിയേറിയ മത്സര പോരാട്ടത്തിനാണ് ഇവിടെ സാക്ഷിയാവുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലെത്തിയ വ്യാപാരികളെല്ലാം വലിയ ആവേശത്തിനോട് കൂടെ തന്നെയാണ് ഈ ഒരു കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നത്. തങ്ങൾക്കിടയിൽ, വ്യാപാരികൾക്കിടയിൽ ഒരുപാട് പ്രതിഭകളുണ്ട് എന്ന് തെളിയിക്കും വിധമാണ് ഈ നെഹ്റു സ്റ്റേഡിയത്തിലെ മത്സര പോരാട്ടങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. തുടർന്ന് ഒരുപാട് മത്സരങ്ങൾ ഈ ഒരു മൈതാനത്ത് നടക്കേണ്ടതുണ്ട്. വടംവലി മത്സരം, ഫുട്ബോൾ ടൂർണമെന്റും വടംവലി ഉൾപ്പെടെ വിവിധങ്ങളായ മത്സരങ്ങൾക്ക് തന്നെയാണ് ഈ നെഹ്റു സ്റ്റേഡിയം ഇനി സാക്ഷ്യം വഹിക്കാനുള്ളത്. നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10, പെരിന്തൽമണ്ണ. സ്കൂൾ വിദ്യാഭ്യാസം പ്രീ-KG മുതൽ +2 വരെ വിജയകരമായി പൂർത്തിയാക്കാം. ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ISS സീനിയർ സെക്കൻഡറി സ്കൂൾ, പൊന്നിയാകുറിശി.